എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സി എ മുകളിൽ ഒരു റൂമിൽ പോയിരിക്കുവാണ്. ആ റൂം ക്രിമിനൽസിനെയൊക്കെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന റൂമാണ്. ആ റൂമിലേക്ക് അലീനെ കൊണ്ടുപോയി അങ്ങ് തള്ളുവാണേ. പിടിച്ചങ്ങ് തള്ളി വിടുകയോ ചെയ്യുന്നത്, കൊണ്ട് നിർത്തുമൊന്നുമല്ല. ആകെ പേടിച്ച് അലീനെ ചുറ്റും നോക്കുന്നുണ്ട്. അത് കഴിയുമ്പം അങ്ങേരെ അലീനയോട് പറയുവാണ്, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയാലോ, നീ ഞങ്ങൾക്കൊരു പരാതി എഴുതി തരണം, പരാതി എഴുതി തന്നേ പറ്റുള്ളൂ, അതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പം അലീന പിന്നെയും പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു കേസിൽ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്ക് പരാതിയില്ല, ഞാൻ എഴുതില്ല എന്ന് തന്നെ പറയുന്നു. നേരം കുറേ പറയൂട്ടോ, തിരിച്ചും മറിച്ചുമൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സി എ ചോദിക്കുവാണ് അലീനയോട്, നീയും രോഹിത്തും തമ്മിൽ അവിഹിത ബന്ധമില്ലേ, അതുകൊണ്ടല്ലേ നീ അവനെതിരെ പരാതി ഒന്നും തരാത്തത് എന്ന്. അന്നേരം അലീന പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൻ സ്വന്തം അനിയനെ പോലെയാണ് എന്ന്. അന്നേരം സി എ പറയുന്നുണ്ട്, അതൊക്കെ പോലീസുകാർ മാറ്റി എഴുതിക്കോളാം, അപ്പം പ്രശ്നം തീരും, നീയാണ് ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നത് എന്ന് ഞാൻ അങ്ങ് എഴുതി ചേർക്കും, അപ്പം നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും നിർബന്ധിക്കുമ്പം അലീന പറയുന്നുണ്ട്, അത് പണ്ടേ കഴിഞ്ഞ കാര്യമാണ്, ആ കേസിൽ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ സാർ എത്ര നിർബന്ധിച്ചാലും ഞാൻ പരാതി എഴുതി തരില്ല എന്ന് പറയുമ്പം സി എ പറയുന്നുണ്ട്, ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന രീതി ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ നീ തന്നെ പരാതി എഴുതി തന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടും, അത് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്ന് പറയുമ്പം സാറിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്നാണ് അലീന പറയുന്നത്. അന്തേക്കും അവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ നിൽപ്പുണ്ടായിരുന്നല്ലോ, അവരോട് പറയുവാണ്, സ്നേഹ ഇനി നീ നിൻ്റെ രീതിയിൽ അങ്ങ് പരിപാടി തുടങ്ങിക്കോ, എങ്കിലേ ശരിയാകുള്ളൂ എന്ന്. എന്നിട്ട് അയാൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് ധൈര്യത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴത്തേക്കും DYSP പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അദ്ദേഹം ആ സമയത്ത് അവിടെ ചെല്ലും എന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ ടെൻഷനോടെ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോഴത്തേക്കും SIയും വരും. അന്നേരം SIയോട് ചോദിക്കുന്നുണ്ട്, ആ ബലാത്സംഗ കേസിലെ എല്ലാ പ്രതികളെയും കിട്ടിയോ എന്ന്. അന്നേരം കിട്ടി എന്ന് പറയുമ്പം പിന്നെയും ചോദിക്കും, വേറെ ആരെങ്കിലും കിട്ടാനുണ്ടോ എന്ന്. അന്നേരം വേറെ ആരും ഇല്ല എന്നാണ് തോന്നുന്നത്, വേറെ ആൾക്കാരില്ല, അവർ 4 പേരേ ഉള്ളൂ എന്ന് പറയും. അന്നേരം CA DYSP ചോദിക്കുവാണ്, അതിലൊരു പ്രതിയുടെ വീട്ടിൽ നിന്ന് വേലക്കാരിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അറസ്റ്റ് ചെയ്തൊന്നുമില്ല സാർ, ഇവിടെ കൊണ്ടുവന്നു ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയും. അന്നേരം ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുവന്നിട്ട് എന്ന് ചോദിക്കും. അന്നേരം മുകളിലത്തെ റൂമിലുണ്ട് എന്ന് പറയുന്നത് DYSPക്ക് ദേഷ്യം വരുവേ, അതെന്തിനാ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോയത്, ക്രിമിനൽസിനെ ചോദ്യം ചെയ്യാനല്ലേ നമ്മൾ ആ സ്ട്രോങ് റൂം ഉപയോഗിക്കുന്നത്, പിന്നെ ഇതിനാ ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കും. അന്നേരം ഞാനല്ല CA സാറാ കൊണ്ടുപോയത് എന്ന് പറയും. അന്നേരം അയാളെ വിളിക്കാൻ പറയുവാണ്. അങ്ങനെ CA വരും. CA വന്നു കഴിയുമ്പം CAയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ പെൺകുട്ടിയെ ആ റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, അവളൊരു ക്രിമിനൽ ആയിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ക്രിമിനൽ ഒന്നുമല്ല, പക്ഷെ അവൾക്കൊരു ക്രിമിനൽ മൈൻഡ് ഉള്ളതുപോലെ തോന്നി, ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നതായിട്ട് തോന്നി എന്ന് പറയും. അന്നേരം CA ചോദിക്കുന്നുണ്ട്, അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ് എന്ന്. അന്നേരം CA പറയുവാണ്, ഇതിൽ 2 പേര് രോഹിത്തും ഹരിയും, അവന്മാർ അവളെ ഇതിനു മുമ്പ് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിലൊരു പരാതി എഴുതി തരാൻ പറഞ്ഞിട്ട് അവൾ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പരാതി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദ്യം ചെയ്തത് എന്ന് പറയും. എന്നിട്ട് ആ പെൺകുട്ടി എന്തെന്ന് ചോദിക്കുമ്പോൾ മുകളിലത്തെ റൂമിലുണ്ട് എന്ന് പറയും. എങ്കിൽ ഞാൻ പോയി കണ്ടോളാം, താൻ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് DYSP മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞെങ്കിൽ CAക്ക് ആകെ ടെൻഷനായി തുടങ്ങി. ആരും ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് DYSP സാർ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നേരിട്ട് വന്ന് ഇൻ്റർഫെയർ ചെയ്യാറില്ല എന്നിങ്ങനെ പറഞ്ഞ് ആകെ ടെൻഷനോടെ നിൽക്കുവാണ് CA. ഏതായാലും DYSP ആ സ്ട്രോങ് റൂമിലോട്ട് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം അലീനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുവാണ് വനിതാ കോൺസ്റ്റബിൾ. അന്നേരം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എത്ര സമയമായി ഇവളെ ഈ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 7 മണിയായപ്പോൾ കൊണ്ടുവന്നതെന്ന് പറയും. ഏകദേശം 2 മണിക്കൂറായി ആ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇതുവരെ നിങ്ങൾ ചോദ്യം ചെയ്ത് തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം തീർന്നു സാർ എന്ന് പറയുവാണ്. എങ്കിൽ താഴേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നു. അന്നേരം അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ താഴേക്ക് പോരെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇറങ്ങി പോരുന്നത്. അതിനിടയ്ക്ക് അങ്ങേർക്ക് ഒരു കോള് വരുന്നുണ്ട്. അന്നേരം കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മീരി ആയിരിക്കും അലീനയെ കണ്ടുവന്ന് അറിയാൻ വേണ്ടിയൊക്കെ വിളിച്ച് ചോദിച്ചതായിരിക്കാം. ഏതായാലും താഴെ വന്ന് നിന്നതിന് ശേഷം DYSP CAയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പെൺകുട്ടിയെ ഇത്രയും സമയം സ്റ്റേഷനിൽ പിടിച്ചു വെച്ചത്, ഇവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. അന്നേരം തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയും. പിന്നെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പം CA പറയുന്നുണ്ട്, ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമാർ, എന്നിട്ട് ഒരു പരാതി എഴുതി തരാൻ പറഞ്ഞപ്പം പരാതി എഴുതി തരുന്നില്ല, പലതവണ ചോദിച്ചിട്ടും അത് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവൾ അവന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതുപോലെ ഇപ്പം നടന്ന സംഭവത്തിലും തെളിവ് നശിപ്പിക്കാൻ അവൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി, അതുകൊണ്ടുകൂടിയാണ്
ചോദ്യം ചെയ്തത്. ഇനിയിപ്പോൾ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്ന കേസാണല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ പഴുതുകളും അടയ്ക്കണമല്ലോ, ആ രീതിയിലാണ് CA സംസാരിക്കുന്നത്. അന്നേരം DYSP അലീനയോട് ചോദിക്കും, അങ്ങനെ ഒരു സംഭവം നടന്നതാണോ, എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അന്ന് അത് നടന്നില്ല. അന്ന് 2 വീട്ടുകാരും ഇതറിയുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരു തവണ അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തതാണ്. ഇനിയെങ്കിലും നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നോർത്ത്. കോളേജിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാരല്ലേ, അവരുടെ ജീവിതം നശിക്കണ്ട എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാനന്ന് ക്ഷമിച്ചത് എന്ന് പറയും. ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ രോഹിത്തും ഹരിയും ഒക്കെ. രോഹിത്തിന് ഭയങ്കര സങ്കടം കേട്ടോ, മുഖത്ത് ആകെ വിഷമിച്ച് കുറ്റബോധത്തോടു കൂടിയാണ് രോഹിത്ത് നിൽക്കുന്നത്. പക്ഷേ ഹരിയുടെ മുഖത്ത് അങ്ങനെ വലിയ കുറ്റബോധമൊന്നുമില്ല, അവൻ ജസ്റ്റ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാവത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. അന്നേരം CA പറയുന്നുണ്ട്, അന്ന് അവളെ രക്ഷപ്പെട്ടത് സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ച, വയറ്റിൽ കത്രിക കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചാണ്. എന്നിട്ട് പോലീസ് ചോദിച്ചപ്പം അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പോലീസിനോട് നുണയും പറഞ്ഞു എന്ന് പറയും. അന്നേരം അലീനയോട് അത് സത്യമാണോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ശരിയാണ്, അബദ്ധത്തിൽ കത്രിക കൊണ്ടു എന്നാണ് ഞാനന്ന് പറഞ്ഞത്. അവർ നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി ഞാൻ അന്ന് അത് ചെയ്തത്, പക്ഷെ അത് തെറ്റായി പോയി എന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നിങ്ങനെ പറയുമ്പം DYSP പറയുന്നുണ്ട്, അത് തെറ്റ് തന്നെയാണ് ചെയ്തത്. കാരണം അന്ന് എല്ലാം തുറന്നു പറഞ്ഞ് അവർക്ക് ശിക്ഷ മേടിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അവരത് ആവർത്തിക്കില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അതെൻ്റെ തെറ്റാണ്, കുറേ ഉപദേശിച്ചു, നന്നാവും എന്ന് കരുതി, പക്ഷേ ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അന്നേരം DYSP ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നൊക്കെ. അതുപോലെ CAയോടും ചോദിക്കുന്നുണ്ട്, താൻ ക്രിമിനൽസിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണോ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ആ പരാതി ഒന്ന് എഴുതി തരാൻ പറ്റുമെങ്കിൽ എഴുതി താ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല സാർ, എന്നെ നിർബന്ധിച്ച് എന്നോട് ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് പരാതി എഴുതി മേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നെ ഉച്ചയ്ക്ക് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് പച്ചവെള്ളം തന്നിട്ടില്ല, ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. അതിനുശേഷം വൈകിട്ട് 7 മണിയപ്പോൾ ആ റൂമിലേക്ക് കൊണ്ടുപോയതാണ്. ആ റൂമിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത രീതി വളരെ മോശമായിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കുകയും എൻ്റെ ദേഹത്തേക്ക് നോക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ പലപ്പോഴും എന്നെ പീഡിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. വളരെ വൃത്തികെട്ട ഭാഷയിൽ എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അലീന എല്ലാ കാര്യവും അങ്ങ് തുറന്നു പറയും. അധികം CA അങ്ങ് നാണം കിട്ടി നിൽക്കുവാണേ. അന്നേരം DYSP ചോദിക്കും, എന്താണോ ഈ കേൾക്കുന്നത്, താൻ ഇതൊക്കെ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ല സാർ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം DYSP അലീനയോട് ചോദിക്കും, എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊന്നും ഒന്നുകൂടെ പറയാൻ പോലും കൊള്ളില്ല, ആ രീതിയിലാണ് സംസാരിച്ചത്. അന്ന് റേപ്പ് അറ്റംപ്റ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതായിരുന്നു ഇദ്ദേഹത്തിന് കുറച്ചിലായിട്ട് തോന്നിയത്. അന്നത് നടക്കുമായിരുന്നെങ്കിൽ കുറേ കൂടി നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് രസിക്കാമായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് തോന്നി. ആ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നതായിരിക്കും. DYSPക്ക് ദേഷ്യം വരും, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്തും. അപ്പുറത്ത് പോയിട്ട് CAയോട് പറയുന്നുണ്ട്, താൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്, അവൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മീഡിയയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തൊപ്പി പോകും, താൻ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, താൻ വിചാരിക്കുന്ന പോലെ വെറും ഒരു വേലക്കാരി മാത്രമല്ല ആ പെൺകുട്ടി, അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് സപ്പോർട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് DYSP തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അലീനയോടായിട്ട് പറയുന്നുണ്ട്, പോലീസിന് നിർബന്ധിച്ച് പരാതി എഴുതി മേടിക്കാനുള്ള നിയമമില്ല, അതുകൊണ്ട് തന്നെ അലീനെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അതുപോലെ ഇത്തിരി ദേഷ്യത്തോടെ CAയോടും അതുപോലെ SIയോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടുന്നത്, ആവശ്യമില്ലാത്ത ഓരോന്ന് വരുത്തി വെച്ച് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് വരുത്തരുത് എന്നുള്ള രീതിയിലൊക്കെ അവരോടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീനയ്ക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തതിന് ശേഷം അലീനെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയുവാണ്. CAയോട് കൂടെ ചെല്ലാൻ പറയുന്നുണ്ട്, അതുപോലെ SIയോടും കൂടെ ചെല്ലാൻ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഭക്ഷണമൊന്നും മേടിച്ച് തരണ്ട, എന്നെ വീട്ടിലൊന്ന് കൊണ്ടുവിട്ടാൽ മതി. അവിടെ വീട്ടിൽ 2 പെൺകുട്ടികൾ തന്നെയുള്ളൂ, അവർ പേടിച്ച് വിറച്ചിരിക്കുമായിരിക്കും, ആകെ വിഷമത്തിലായിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുവിട്ടാൽ മതി സാർ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി നിൽക്കുവാണ് അലീന. അന്നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാടോ, കൊണ്ടുവിടറോ ഈ പെൺകുട്ടിയെ എന്ന് പറഞ്ഞാൽ DYSP ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആകെ നാണം കിട്ടുപോയി CA. അതുപോലെ SIയും അവർ ഒരുപാട് നേരം അലീനയുടെ അടുത്ത് വലിയ ആൾ കളിച്ച് വലിയ പറച്ചിലൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് ആകെ നാണം കിട്ടി നിൽക്കുന്നതിൻ്റെ കലിപ്പ് അവരുടെ മുഖത്തുണ്ട്. പക്ഷേ DYSPയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അലീനയും കൊണ്ട് അവരവിടെ നിന്ന് പോരുന്നു. ആകെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങ് ഇറങ്ങിപ്പോന്ന് കഴിയുമ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അത് കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് ചെല്ലുമ്പം വീട്ടിൽ ആരൊക്കെയോ വന്ന് ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറേ കല്ലും വടികളും ഒക്കെ മുറ്റത്തൊക്കെ കിടപ്പുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ട് ഇറങ്ങുന്ന CA പറയുവാണ്, ബലാസംഗ വീരൻ്റെ വീടല്ലേ, നാട്ടുകാർ
നാട്ടുകാർ കൊടുത്ത സമ്മാനമായിരിക്കും. അയാൾക്ക് കലിപ്പ്, അലീന അത്രയൊക്കെ പറഞ്ഞ് DYSP വഴക്ക് പറഞ്ഞില്ലേ, അതിൻ്റെ കലിപ്പും ദേഷ്യമൊക്കെ അങ്ങേർക്കുണ്ട്. ഏതായാലും നോക്കി പേടിപ്പിച്ചിട്ട് അലീനെ ഇറക്കി വിടുന്നു. അലീന വീട്ടിലോട്ട് കയറി വരുന്നത് പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു കൃഷ്ണമോൾ. പോലീസ് ജീപ്പ് കയറി വരുന്നത് കാണുന്നത് കൃഷ്ണമോളിൻ്റെ പകുതി ജീവൻ പോയി, ആ ഒരു അവസ്ഥയിലിരിക്കുമായിരുന്നു. ഏതായാലും അലീന ആ കൂടെ ഉണ്ട് എന്നറിയുമ്പം ഭയങ്കര സന്തോഷം, ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ, അവിടെ ചോദ്യം ചെയ്തത് ചിലത് വിവരങ്ങൾ അറിയാനും ചിലത് നമ്മളെ കുത്തി നോവിക്കാനും വേണ്ടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോട് പറയുമ്പം സങ്കടത്തോടെ കേട്ട് നിൽക്കുന്ന കൃഷ്ണമോളെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.